കൊല്ലം നിലമേൽ വെയ്ക്കലിൽ സ്കൂൾ ബസ് മറിഞ്ഞ അപകടം. കിളിമാനൂർ പാപ്പാല വിദ്യാജ്യോതി സ്കൂളിലെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ലിജോ റോളൻസ് വിവരങ്ങൾ നൽകും. ലിജോ, നിരവധി വിദ്യാർത്ഥികളുണ്ടായിരുന്നു ബസ്സിൽ. ലിജോയിലേക്ക് എത്താം. കൊല്ലം നിലമേലിലാണ് വാഹനാപകടമുണ്ടായിട്ടുള്ളത്. സ്കൂൾ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കിളിമാനൂർ പാപ്പാല വിദ്യാജ്യോതി സ്കൂളിലെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. ചില വിദ്യാർത്ഥികൾക്കൊക്കെ പരിക്കേറ്റിട്ടുണ്ട്. അവരെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായാണ് വിവരം. ലിജോ റോളൻസ് വിവരങ്ങൾ നൽകും. ലിജോ, എങ്ങനെയാണ് ഈ അപകടമുണ്ടായത്? ദിവ്യ, സ്കൂളിൽ ഇന്ന് ഉച്ചവരെ ആയിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം കുട്ടികളെ തിരികെ വീടുകളിലേക്ക് ആക്കാൻ പോകുന്ന സമയത്തായിരുന്നു അപകടമുണ്ടായത്. ഈ അപകടം നടന്നിരിക്കുന്നത് ഈ മാറാൻകുഴി വട്ടപ്പാറ റോഡിലാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. ഈ അപകടത്തിനുണ്ടായ കാരണം എന്ന് പറയുന്നത് ഒരു ചെറിയ റോഡാണ്. അതായത് പ്രധാന റോഡ് ആകെ തകർന്നിരിക്കുന്നത് കൊണ്ട് ഈ ചെറിയ റോഡിലൂടെയാണ് കൂടുതൽ വാഹനങ്ങളും ഗതാഗതത്തിനായി ആശ്രയിക്കുന്നത്. ആ റോഡിലൂടെ കുട്ടികളുമായി പോയ വാഹനം കയറ്റം കയറി പോവുകയായിരുന്നു. എതിർദിശയിൽ നിന്നും വരുന്ന വാഹനത്തിന് വശം കൊടുക്കുക, അതായത് സൈഡൊന്ന് മാറിക്കൊടുക്കുന്ന സമയത്തായിരുന്നു ഈ വശത്തെ റബ്ബർ വിളയിലേക്ക് റബ്ബർ പുരയിടത്തിലേക്ക് ഇത് മറിഞ്ഞു വീഴുകയായിരുന്നു. 25ഓളം കുട്ടികളും ഡ്രൈവറും ഒപ്പം തന്നെ അതിന്റെ കിളിയുമാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. അവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. കുട്ടികളൊക്കെ ഉണ്ടായിരുന്നത് തന്നെ ആകെ ആശങ്കയിലായിരുന്നു. ഈ സ്കൂളെന്ന് പറയുന്നത് ഇത് കിളിമാനൂർ പാപ്പാല വിദ്യാജ്യോതി സ്കൂളിലെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. കൊല്ലം തിരുവനന്തപുരം അതിർത്തി പ്രദേശത്തിലാണ് ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് ഭാഗത്തു നിന്നുള്ള കുട്ടികളും ഇതിനകത്തുണ്ട്. കുട്ടികൾ കൂടുതൽ കുട്ടികൾ ആ വാഹനത്തിൽ ഉണ്ടായിരുന്നതാണ്. കുറച്ച് കുട്ടികളെയൊക്കെ വീടുകളിലാക്കിയതിനു ശേഷം മറ്റു കുട്ടികളാക്കാൻ പോകുമ്പോഴായിരുന്നു അപകടമുണ്ടായത്. പരിക്കേറ്റ കുട്ടികളെയൊക്കെ തന്നെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല, ഡ്രൈവറുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. പരിക്കേറ്റവരുടെ നില അത്ര ഗുരുതരമല്ല എന്നതാണ് ആശ്വാസകരമായ വാർത്ത. ലിജോ റോളൻസ് ആണ് വിവരങ്ങൾ നൽകിയത്.